ഇന്റഗ്രൽ ഫോർമുല പറഞ്ഞു, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തു അല്ലെ. ഇനി നമ്മൾ നേരത്തെ അസഫ് പറഞ്ഞതുപോലെ ഡബിൾ ആകുകയാണെങ്കിലോ ട്രിപ്പിൾ ആകുകയാണെങ്കിലോ എന്തായിരിക്കും വരിക എന്നുള്ളത്. അതായത് നമ്മുടെ സിംഗുലാരിറ്റീസ് രണ്ട് ടൈം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അതാണ് കോഷി ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ്. കോഷി ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് dz is equal to 2 pi I into f of z naught. ഇതാണ് നമ്മുടെ കോഷി ഇന്റഗ്രൽ ഫോർമുല. നമ്മൾ ഡയറക്റ്റ് ഒരു സിംഗുലാരിറ്റി മാത്രം ഉള്ളത്, ഇൻസൈഡ് ഒരു സിംഗുലാരിറ്റി മാത്രമാണ് നമ്മുടെ റീജിയന്റെ അകത്തുള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമുല ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ദി ഹോൾ സ്ക്വയർ ഡി സെഡ് ആണെങ്കിൽ, ഇവിടെ സ്ക്വയർ ടേം ആണെങ്കിൽ വരുന്നെങ്കിൽ സെഡ് മൈനസ് സെഡ് നോട്ട് ദി ഹോൾ സ്ക്വയർ ആണെങ്കിൽ which is equal to 2 pi I into 1 factorial into 2 pi I divided by 1 factorial into f dash of z naught. അതായത് ഇവിടെ സ്ക്വയർ ടേം വരുമ്പോൾ നമ്മൾ ഇതിന് ഒരു തവണ ഡെറിവേറ്റീവ് കാണാം. ഇവിടെ എന്താണ് നമ്മുടെ എഫ് ഓഫ് സെഡ്, അതിന് ഒരു തവണ ഡെറിവേറ്റീവ് കാണാം, ഫസ്റ്റ് ഡെറിവേറ്റീവ്. അതിന് ആ ഫസ്റ്റ് വരുന്നത് പോലെ തന്നെ ഇവിടെ 1 ഫാക്ടോറിയൽ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ദി ഹോൾ ക്യൂബ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 2 പൈ ഐ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇവിടെ ക്യൂബ് ആവുമ്പോൾ ഇവിടെ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട്. ഓക്കെ, ഇവിടെ 2 ആവുമ്പോൾ അല്ല ഇവിടെ 3 ആവുമ്പോൾ ഇവിടെയും 2 ഇവിടെയും 2. ഓക്കെ, ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട്. ദെൻ അങ്ങനെ എക്സെട്രാ integral over c f of z divided by z minus z naught the whole raised to n plus 1 dz ആണെങ്കിൽ which is equal to 2 pi I divided by n plus 1 ആവുമ്പോൾ ഇവിടെ n factorial into f n of z naught. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻ പോവുക. ഇവിടെ എന്താണ്, ഇവിടെ ക്യൂബ് ആണെങ്കിൽ ഇവിടെ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് വരും. ഇവിടെ 4 ആണെങ്കിൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് വരും. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ ബൈ z മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു z പ്ലസ് 2 ഡി സെഡ് അറൌണ്ട് ദി സർക്കിൾ മോഡ് z മൈനസ് 2 ഈക്വൽ ടു 2. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ നമുക്ക് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത് ഈ ഒരു കോണ്ടൂറിൽ. മോഡ് z മൈനസ് 2 ഈക്വൽ ടു 2 ഈസ് അവർ കോണ്ടൂർ. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ദി സിംഗുലാരിറ്റീസ്. To check the singularities, z minus 1 the whole square into z plus 2 which is equal to 0 implies z minus 1 equal to 0 and z minus 1 equal to 0. Here we have the square terms of z minus 1. Okay, z minus 1 ന്റെ സ്ക്വയർ ടേം ആണുള്ളത്. അപ്പോൾ z minus 1 into z minus 1 into z plus 2 equal to 0 അല്ലേ ഇത്. z minus 1 into z minus 1 into z plus 2 equal to 0, which implies z minus 1 equal to 0, z minus 1 equal to 0 and z plus 2 equal to 0. Okay, which implies z equal to 1, z equal to minus 2 are the singularities. Z equal to 1 and z equal to minus 2 are the singularities. Okay, then we have to check that the one is inside or lie inside or outside the circle. നമുക്ക് 1 ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ ഉള്ളത് നോക്കണം അല്ലെ. 2 സിംഗുലാരിറ്റീസ് ആണുള്ളത്, 1 ആൻഡ് മൈനസ് 2. 1 ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡ്ലെസ് ഓഫ് z മൈനസ് 2 ഈക്വൽ ടു മോഡ്ലെസ് ഓഫ് z മൈനസ് 2 ഈക്വൽ ടു ഹിയർ വി ഹാവ് ദ കോണ്ടൂർ മോഡ് z മൈനസ് 2 ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ മോഡ് z മൈനസ് 2 ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ z ഈക്വൽ ടു 1. Mod 1 minus 2 which is equal to mod minus 1 which is equal to 1 which is less than 2. Okay, we get the value 1 which is less than 2. Therefore we can say that z is equal to 1 is inside the circle. Z is equal to 1 is lies inside the circle. Okay, then we have to check the singularity. Z is equal to minus 2 is lie inside or outside the circle. Z is equal to minus 2 is substituted to modulus of z minus 2. Modulus of z minus 2 is equal to modulus of minus 2 which is equal to modulus of minus 4 which is equal to 4, which is a value which is greater than 2. Okay, 4 is greater than 2. Therefore z is equal to minus 2 is outside the circle. Okay, then
അപ്പോൾ z ഈക്വൾ ടു 1ഉം z ഈക്വൾ ടു -2 ആണ് നമുക്ക് സിംഗുലാരിറ്റീസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇൻസൈഡ് ദി സർക്കിൾ ആൻഡ് -2 ഇസ് ഔട്ട്സൈഡ് ദി സർക്കിൾ. ഓക്കെ, അപ്പോൾ 1 ആണ് നമ്മുടെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ 1 ഇവിടെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, സ്ക്വയർ ടേമിലാണ് ഉള്ളത്. 2 തവണ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ എവിടുന്ന മാറ്റം വരുന്നത് എന്ന് വരെ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. z ഇസ് ഈക്വൾ ടു -2 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിളും z ഇസ് ഈക്വൾ ടു 1 എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിളും ആണ്. ബട്ട് ഇറ്റ് ഒക്കർ സ്ക്വയർ ടൈംസ്. അപ്പൊ 2 തവണയാണ് -1 എന്നുള്ളത് കണ്ട സ്ക്വയർ ആയിട്ടാണ് ഇവിടെ ഒക്കർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ? കോഷി ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? f ഓഫ് z ബൈ z മൈനസ് z നോട്ട് ദി ഹോൾ സ്ക്വയർ അല്ലെ. z മൈനസ് z നോട്ട് ദി ഹോൾ സ്ക്വയർ. 1 എന്ന് പറയുന്നത് സ്ക്വയർ ടേമിലുള്ളത്. f ഓഫ് z ബൈ z മൈനസ് z നോട്ട് ദി ഹോൾ സ്ക്വയർ dz is equal to 2πi into f dash of z naught, which is equal to integral over c f of z by z minus z naught here. അല്ലെ, z naught ന്റെ വാല്യൂ 3 z naught വാല്യൂ എത്രയാ? ഓക്കെ, z naught ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ f of z by z minus 1 the whole square dz. z minus z naught എന്ന് പറയുന്നത് z naught equal to 1, z minus 1 the whole square dz, which is equal to 2πi divided by 1 factorial. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ 1 factorial. ഇവിടെ 1 factorial ഉണ്ട്, പക്ഷെ 1 factorialന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെയാണ് അല്ലെ. അത് ഇട്ടാലും വലിയ പ്രശ്നമല്ല. 1 factorial ന്റെ വാല്യൂ എത്രയാ? 1 തന്നെയാണ്. അപ്പൊ 1 factorial into f dash of z naught. ഓക്കെ, നമുക്ക് ഈ z മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ഡിനോമിനേറ്ററിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ ഉള്ളത്? ബാലൻസ് ആയിട്ടുള്ളത് എന്താ? z മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ഡിനോമിനേറ്ററിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ബാലൻസ് ആയിട്ട് മുകളിലുള്ളത് z സ്ക്വയർ ബൈ z പ്ലസ് 2 ആണ് ന്യൂമറേറ്ററിലുള്ളത് അല്ലെ. അപ്പം f ഓഫ് z ന് പകരം എന്ത് വരും? z സ്ക്വയർ ബൈ z പ്ലസ് 2 ഡിവൈഡഡ് ബൈ z മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. z മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ സിംഗുലാരിറ്റി. z മൈനസ് 1 ആണ് നമ്മുടെ സിംഗുലാരിറ്റി. അപ്പൊ 1 ഡബിൾ ടൈം ഒക്കർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ അത് സ്ക്വയർ ടൈം ആയിട്ടുള്ളത്. അപ്പൊ z മൈനസ് 1 ദി ഹോൾ സ്ക്വയർ അത് ഇവിടെ ഡിനോമിനേറ്ററിൽ വെക്കും, ബാക്കിയുള്ള ടേംസ് നമ്മൾ ന്യൂമറേറ്ററിൽ വെക്കും. z സ്ക്വയർ ബൈ z പ്ലസ് 2 ആണ് ന്യൂമറേറ്ററിലുള്ളത്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അത് കോഷി ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് 2πi ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1 ആണെന്നുള്ളത്. അപ്പൊ എഫ് ഡാഷ് ഓഫ് 1 അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ എഫ് ഓഫ് സെഡ് എന്താന്ന് അറിയണം. എഫ് ഓഫ് സെഡ് അറിഞ്ഞിട്ട് അതിന് എഫ് ഡാഷ് ഓഫ് സെഡ് കണ്ടിട്ട് അതിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് എഫ് ഡാഷ് ഓഫ് 1 കിട്ടുക അല്ലെ. എഫ് ഓഫ് സെഡിനെ അതിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോഴാണ് എഫ് ഡാഷ് ഓഫ് സെഡ് കിട്ടുന്നത്. അതിൽ സെഡിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് എഫ് ഡാഷ് ഓഫ് 1 കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ടേമിൽ നമുക്ക് മനസ്സിലാകും ഇതിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് z സ്ക്വയർ ബൈ z പ്ലസ് 2 ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഡാഷ് ആണ് വേണ്ടത്. ഇവിടെ ഒന്ന് ഓർക്കണേ, എഫ് ഡാഷ് ആണ് വേണ്ടത്. അപ്പൊ എഫ് ഡാഷ് ഓഫ് സെഡ്, എഫ് ഡാഷ് ഓഫ് 1 നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുമോ? ഇല്ല. എഫ് ഡാഷ് ഓഫ് സെഡ് കാണാം. എഫ് ഓഫ് സെഡ് കണ്ടിട്ടുണ്ട്. ഇനി എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താ? ഇത് എന്ത് റൂളാണ് നമ്മളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? പറ. ഇത് യു ബൈ വി റാഷണൽ ഫോമിലാണല്ലോ ഉള്ളത്. യു ബൈ വി എന്നുള്ള ഫോം, ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഫോമിലാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഏതാ? രണ്ടും ഫംഗ്ഷൻ ആണ്. ന്യൂമറേറ്ററിലും ഒരു ഫംഗ്ഷൻ ആണ്, ഡിനോമിനേറ്ററിലും ഒരു ഫംഗ്ഷൻ ആണ്. യു ബൈ വി എന്നുള്ള ഫോമിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? ഡെറിവേറ്റീവ് എങ്ങനെയാ കാണുക? കോഷ്യൻ റൂള് അല്ലെ. എങ്ങനെയാ പറഞ്ഞ? കോഷ്യൻ റൂൾ എങ്ങനെയായിരിക്കും? പറ. ഡെറിവേറ്റീവ്, കോഷ്യൻ റൂൾ ഓഫ് ഡെറിവേറ്റീവ്സ് പറ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദി ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഫോമിലേക്ക് വരുമ്പോൾ നമുക്ക് കോഷ്യൻ റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വരും? ഡിനോമിനേറ്റർ താഴ്ന്ന തുടങ്ങുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു, അതായത് z പ്ലസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2z മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു, അതായത് z സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് z പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദി ഹോൾ സ്ക്വയർ z പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എഫ് ഡാഷ് ഓഫ് z കിട്ടുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. 2z ഇൻറ്റു z പ്ലസ് 2 മൈനസ് z സ്ക്വയർ ഡിവൈഡഡ് ബൈ z പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾ ഒന്നും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യൊന്നും വേണ്ട. നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? എഫ് ഡാഷ് ഓഫ് 1 ആണ് വേണ്ടത്. അപ്പൊ എഫ് ഡാഷ് ഓഫ് z കണ്ടിട്ടുണ്ട്. ഇനി എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? z ന് പകരം 1 അപ്ലൈ ചെയ്യാം, which is equal to
2 into 1 into 1 plus 2 minus 1 square divided by 1 plus 2 the whole square, which is equal to 2 into 3 minus 1 divided by 1 plus 3. 1 plus 2 is equal to 3, 3 square. 6 minus 1 divided by 9 is equal to 5 by 9. F of 1, f dash of 1 എന്ന് പറയുന്നത് 5 by 9 കിട്ടി. അപ്പൊ 2 pi I into 1 ഫാക്ടോറിയലിന്റെ വാല്യൂ 1 തന്നെ. 2 pi I into 5 by 9 which is equal to 10 by 9 pi I. ഇതായിരിക്കും നമ്മുടെ അതിന്റെ ആൻസർ. ഈ ഒരു ഇന്റഗ്രേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 by 9 pi I ആയിരിക്കും. ക്ലിയർ ആയോ? ആയോ? ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ എഫ് ഡാഷ് ഒക്കെ ചെയ്തത്, നേരത്തെ ചെയ്യാത്തതുപോലെ എഫ് ഡാഷ് ഒക്കെ ചെയ്തത് എന്തുകൊണ്ടാ? ഇവിടെ സെഡ് മൈനസ്, ഇവിടുത്തെ 1 ആണ് നമ്മുടെ സിംഗുലാരിറ്റി ആയിട്ട് 1 വന്നത്. ആ 1 എന്ന് പറയുന്നത് സ്ക്വയർ ടേമിലാണ് വന്നിട്ടുള്ളത്. നേരത്തെ നമുക്ക് ഇവിടെ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 2 ആണെങ്കിൽ ഡയറക്റ്റ് അതൊന്നും വേണ്ട, 2 പൈ ഇൻറ്റു എഫ് ഓഫ് 1 എന്ന് മാത്രം അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ഇത് സ്ക്വയർ ടേം വന്നതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് ഫോമിൽ അപ്ലൈ ചെയ്തത്. അതായത് എഫ് ഡാഷ് ഓഫ് 1 ഇവിടെ സ്ക്വയർ ആകുമ്പോൾ ഇവിടെ 1 വരും, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്നുള്ളത് വന്നത്. ഇവിടെ ക്യൂബ് ആണ് വരുന്നെങ്കിൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ സെഡ് മൈനസ് 1 ദി ഹോൾ ക്യൂബ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? എഫ് ഡബിൾ ഡാഷ് കാണണമായിരുന്നു. ഇവിടെ 2 പൈ I ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയലും വരുമായിരുന്നു. ക്ലിയർ ആയോ? ഇതാണ് നേരത്തെ അസഫ് ചോദിച്ചത്, രണ്ട് സിംഗുലാരിറ്റീസും അകത്താണെങ്കിൽ എന്ത് പറ്റും എന്നുള്ളത്, എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ 1 ഉം 3 ഇപ്പൊ 1 ഉം 2 ഉം നമ്മുടെ സിംഗുലാരിറ്റീസ് ആണ്, രണ്ടും നമ്മുടെ ഇതിന്റെ അകത്ത് ഇൻസൈഡ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ടേമിന് മുഴുവൻ നമ്മൾ അതിന്റെ ഡിനോമിനേറ്ററിൽ വെച്ചിട്ട് ന്യൂമറേറ്റർ എഫ് ഓഫ് സെഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ 1 ഉം 2 ഉം ഇവിടുത്തെ സിംഗുലാരിറ്റീസ് ആണ് അല്ലെ? പക്ഷെ 1 ഉം 2 ഉം ഇൻസൈഡ് ആണെന്ന് വിചാരിക്കും, രണ്ടും അകത്ത് തന്നെ വരുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യും? നമ്മൾ ആ രണ്ട് സിംഗുലാരിറ്റീനെ നമ്മൾ അകത്ത് വെക്കണം. സെഡ് മൈനസ് സെഡ് നോട്ട് ഇൻറ്റു സെഡ് പ്ലസ്, അതിനെ ഡിനോമിനേറ്ററിൽ വെച്ചിട്ട് എഫ് ഓഫ് സെഡ് ആയിട്ട് എന്തിനെ കൺസിഡർ ചെയ്യാം? സെഡ് സ്ക്വയറിനെ മാത്രം എഫ് ഓഫ് സെഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്ക്. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാ അല്ലേ? ഓക്കെ. യൂസ് കോഷി ഇന്റഗ്രൽ ഫോർമുല ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു സെഡ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ഡി സെഡ്, where c is the circle, mod z minus 1 is equal to 2. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന കോണ്ടൂർ അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് മോഡ് സെഡ് മൈനസ് 1 ഈക്വൽ ടു 2, അതായത് 1 സെന്ററും 2 റേഡിയസും ആയിട്ടുള്ള ഒരു സർക്കിളിലാണ് നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് എന്താ ചെയ്യത്? ഇത് ഫംഗ്ഷൻ അനലിറ്റിക് ആണോ നോക്കുക, അതിന് സിംഗുലാരിറ്റീസ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കും. സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്നുള്ളത് നോക്കും. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, സിംഗുലാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, അതായത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെഡ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു സെഡ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് സെഡ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 ആൻഡ് സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 അല്ല 0 അല്ലെ? അതായത് സെഡ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ സെഡ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4 ആകും. ഇവിടെയോ സെഡ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഒരു സിംഗുലാരിറ്റി കിട്ടി. ഇവിടെയോ വിച്ച് ഇംപ്ലൈസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4 ആണെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് അല്ലെ റൂട്ട് ഓഫ് മൈനസ് 4 എന്ന് വരുന്നത് അല്ലെ? ഇവിടെ സ്ക്വയർ ആണ്, സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? റൂട്ട് മൈനസ് 4 അല്ലെ? റൂട്ടിനകത്ത് നെഗറ്റീവ് വരുമ്പോൾ ഒരു ഐ വരും അല്ലെ? പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ടേം കളയുമ്പോൾ പ്ലസ് ഓർ മൈനസ് രണ്ട് വാല്യൂ കിട്ടും. പ്ലസ് ഓർ മൈനസ് 2i ആയിരിക്കും സെഡ് കിട്ടുക. ഇവിടെ എന്ന് പറയുന്നത് സെഡ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എത്ര സിംഗുലാരിറ്റീസ് ഉണ്ട്? സെഡ് ഇസ് ഈക്വൽ ടു 2i ഉണ്ട്, സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് 2i ഉണ്ട്, സെഡ് ഇസ് ഈക്വൽ ടു 1 ഉണ്ട്. 3 സിംഗുലാരിറ്റീസ് ആണ് ഈ ഒരു ഫംഗ്ഷൻ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ?
ഓക്കെ, ഇനി നമുക്ക് z ഇസ് ഈക്വൽ ടു പ്ലസ് 2i. 2i എന്ന് പറയുന്നത് ഇൻസൈഡ് ആണോ നോക്കണം, മൈനസ് 2i എന്ന് പറയുന്നത് ഇൻസൈഡ് ആണോ നോക്കണം, 1 എന്ന് പറയുന്നത് ഇൻസൈഡ് ആണോ നോക്കണം. ഫസ്റ്റ് ഞാൻ 2i തുടങ്ങാണേ. z ഇസ് ഈക്വൽ ടു 2i എന്ന് പറയുന്നത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഫിഗർ വരച്ചിട്ട് 2i എന്നുള്ള പോയിന്റ് ഇതിനകത്താണോ വരിക എന്നുള്ളത് നോക്കാം. ഈ ഒരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ, 1 സെന്ററും 2 റേഡിയസും ആയിട്ടുള്ള ഒരു സർക്കിള്, 1 സെന്ററും 2 റേഡിയസും ആയിട്ടുള്ള സർക്കിളിന്റെ അകത്ത് വരുമോ 2i എന്ന് പറയുന്ന പോയിന്റ് അതിനകത്ത് വരുമോ എന്നുള്ളത് പറഞ്ഞേ. അതായത് അതിന്റെ ബൗണ്ടറിയിലോ എവിടെയെങ്കിലും വരുമോ എന്നുള്ളത്, എവിടെയായിരിക്കും വരിക പറഞ്ഞേ. പറഞ്ഞോ, ആരാ പറഞ്ഞോ? 1 സെന്റർ ആയിട്ടാണ്, 1 ആണ് സെന്റർ വരുന്നത്. 1 സെന്ററും 2 റേഡിയസും ആയിട്ടുള്ള ഒരു സർക്കിള് വരച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെയാ വരുക? 2i എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസിൽ 2 ആണ്. y ആക്സിസിൽ 2 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും വരിക. y ആക്സിസിൽ 2 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും വരിക. മനസ്സിലായോ? 2i എന്ന് പറഞ്ഞാൽ എന്താ? 0 പ്ലസ് 2i ആണ്. അതായത് ഓർഡേർഡ് പെയർ 0 2 ആണ്. ഓർഡേർഡ് പെയർ 0 2 എന്ന് പറയുന്നത് 1 സെന്ററും റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിളിന്റെ അകത്ത് വരുവോ, ഇൻസൈഡ് വരുവോ, ബോർഡറിൽ വരുവോ? അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഈ മോഡ് z-1 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മോഡ് z-1 വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് z-ന് 2i കൊടുക്കുക. 2i minus 1 which is equal to, it's a complex number, modulus of a complex number which is equal to square root of real part square plus imaginary part square. അല്ലെ, സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, കുഴപ്പമില്ല. 2i minus 1 ആണ് അല്ലെ. അതായത് -1 plus 2i ആണ് ഇതിലെ. നമുക്ക് ഡയറക്റ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ, ഒരു ഓർഡർ വെച്ച് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റുക? റിയൽ പാർട്ട് ആണ് ആദ്യം എഴുതുക. -1 plus 2i എന്നാണ് ഇതിനെ എഴുതാൻ പറ്റുക അല്ലെ. അപ്പൊ റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ, അത് ഞാൻ എങ്ങനെ എഴുതി? ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ എന്ന് എഴുതി. കൺഫ്യൂഷൻ ആകണ്ട കേട്ടോ, അത് തിരിഞ്ഞു പോയാലും വാല്യൂ ഒന്ന് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സാധാരണ രീതിയിൽ റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് ആയിട്ടാണ് കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുക. നമ്മളിവിടെ സെഡിനാണ് വാല്യൂ കൊടുക്കുന്നത്. സെഡിന് വാല്യൂ എടുത്തപ്പോൾ 2i കൊടുത്തു, -1. ഇതും ഒരു കോംപ്ലക്സ് നമ്പർ ആണ് അല്ലെ. ഫസ്റ്റ് ഇമാജിനറി പാർട്ട് എഴുതി, സെക്കൻഡ് റിയൽ പാർട്ട് എഴുതിയെന്നുള്ളൂ. അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ, അല്ലെങ്കിൽ ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് റിയൽ പാർട്ട് സ്ക്വയർ. ഓക്കെ, അപ്പം ഇമാജിനറി പാർട്ട് സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, -1 ദി ഹോൾ സ്ക്വയർ ആണ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 plus 1 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 5. റൂട്ട് 5 എന്ന് പറയുന്നത് 2-നേക്കാളും മുകളിലുള്ള വാല്യൂ ആണ് അല്ലെ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 2. ഗ്രേറ്റർ ദാൻ 2 ആയതുകൊണ്ട് നമ്മുടെ ഈക്വൽ ടു 2 ആയിരുന്നു നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 2 ആണ് കിട്ടിയത്. ഈ ഒരു വാല്യൂ 2i എന്ന് കൊടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയത്. Therefore z is equal to 2i is outside the circle. ക്ലിയർ അല്ലേ? അല്ലെ, ഫിഗർ വരച്ചിട്ട് നിങ്ങളൊന്ന് വരച്ചു നോക്കുക കേട്ടോ. നിങ്ങൾ റഫായിട്ടൊന്ന് വരച്ചു നോക്കുക. 1 സെന്റർ ആയിട്ടും റേഡിയസ് 2 ആയിട്ട് വരുന്ന ഒരു സർക്കിള്, അത് 2 നമ്മുടെ ഇമാജിനറി ആക്സിസിൽ 2 എന്ന് പറയുന്ന ആ പോയിന്റിനെ കട്ട്, y ആക്സിസിൽ 2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കടന്നു പോകുമോ, അത് ഈ ഒരു സർക്കിളിനകത്ത് വരുമോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. അങ്ങനെ വരച്ചാലും അത് എന്തായിരിക്കും ഉണ്ടാവുക? ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി z is equal to -2i അടുത്തൊരു സിംഗുലാരിറ്റി ആണ് അല്ലെ. z is equal to plus or minus 2i ഉണ്ടായിരുന്നു. പ്ലസ് 2i എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്. ഇനി -2i നോക്കുക. z-ന് -2 കൊടുക്കുക. മോഡുലസ് ഓഫ് -2i -1, അതും അതുപോലെ തന്നെ -2 റൂട്ട് ഓഫ് -2 ദി ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 2. Therefore z is equal to -2i is also outside the circle. Clear? Clear? Okay. Z is equal to 1. Z is equal to 1. Modulus of z minus 1 is equal to modulus of 1 minus 1, which is equal to modulus of 0, which is equal to 0, which is less than 2. അതായത് ഈ 1 കൊടുക്കുമ്പോൾ അതിന് 2-നേക്കാളും ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത്. Therefore z is equal to 1 lies inside the circle. എവിടെയാണ് ഉണ്ടാവുക? ഇൻസൈഡ് ദി സർക്കിൾ. 2-നേക്കാളും കുറവായതുകൊണ്ട് z is equal to 1 എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദി സർക്കിൾ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു സിംഗുലാരിറ്റി വന്നു.
സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഏതാ 1 ആണ് സിംഗുലാരിറ്റി. അപ്പൊ 1 സിംഗുലാരിറ്റി വരുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നോക്കുക. കണ്ടോ, ഈ 1ന് മുകളിൽ ഒരു സ്ക്വയർ ടേം വരുന്നുണ്ട്, z-1 ദി ഹോൾ സ്ക്വയർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് എന്താണ് ഡെറിവേറ്റീവ് കാണണം എന്നുള്ളത് മനസ്സിലേക്ക് വരണേ. അപ്പം ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ദി ഹോൾ സ്ക്വയർ അല്ലെ. ഇവിടെ സെഡ് നോട്ട് ഏതാ നമ്മൾ സെലക്ട് ചെയ്ത്, സെഡ് നോട്ട് ഏതാ, നമ്മൾ ഇൻസൈഡ് ഏതാണോ നമ്മുടെ സിംഗുലാരിറ്റി, ഏത് സിംഗുലാരിറ്റി ആണോ ഇൻസൈഡ് ഉള്ളത് അതിനെയാണ് നമ്മൾ സെഡ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ സെഡ് മൈനസ് സെഡ് നോട്ടിന്റെ സ്ക്വയറും ഉണ്ട്, സെഡ് മൈനസ് സെഡ് നോട്ട് ദി ഹോൾ സ്ക്വയർ ഡി സെഡ്. ഇതാണ് നമ്മുടെ കോഷി ഇന്റഗ്രൽ ഫോർമുല വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 2πi ഡിവൈഡഡ് ബൈ, ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1. ഇത് മനസ്സിലായോ? ഇതെങ്ങനെ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഇല്ലേ? എന്തുകൊണ്ടാ ഇത് നോക്ക്, നമുക്ക് 1 ആണ് നമ്മുടെ ഇൻസൈഡ് ഉള്ള സിംഗുലാരിറ്റി എന്ന് പറയുന്നത്, കുഴപ്പക്കാരനായിട്ടുള്ള സിംഗുലാരിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ z മൈനസ് സെഡ് നോട്ട് എന്ന് എഴുതുമ്പോൾ z-1 എന്ന് എഴുതുക ഡിനോമിനേറ്ററിൽ. അപ്പൊ ഈ z-1 എന്ന് മാത്രം എഴുതുമ്പോ നമുക്ക് ഇതാ താഴെ നമ്മൾ ഡിനോമിനേറ്ററിൽ z-1നെ മാത്രം വെക്കാൻ പറ്റില്ല, അതിന്റെ സ്ക്വയർ ടേം വരുന്നുണ്ട്. അപ്പൊ ഈ z-1 ദി ഹോൾ സ്ക്വയറിനെ നമുക്ക് ഡിനോമിനേറ്ററിൽ വെക്കണം. മനസ്സിലായോ? z-1 ദി ഹോൾ സ്ക്വയറിനെ നമുക്ക് ഡിനോമിനേറ്ററിൽ വെക്കണം. അപ്പൊ ഹോൾ സ്ക്വയറിന്റെ ഡിനോമിനേറ്ററിൽ വെക്കുകയാണെങ്കിൽ മുകളിൽ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ദി ഹോൾ സ്ക്വയർ ഡി സെഡ്, അത് ഈക്വൽ ടു എന്താ കോഷി ഇന്റഗ്രൽ ഫോർമുല പറയുന്നത്, ഇവിടെ ഒരു സ്ക്വയർ ടേമാ വരുന്നതെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 2πi ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. ഇവിടെ 2 എന്ന് വരുമ്പോൾ ഇവിടെ 1 ഫാക്ടോറിയൽ വരിക, ഇവിടെ 2 എന്ന് വരുമ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് 1 വരിക. ഓക്കെ, ഓക്കെ. അപ്പോ സ്ക്വയർ ടേം വന്നുകൊണ്ട്, അപ്പൊ ഇവിടെ സ്ക്വയർ ടേം വന്നതിനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എടുത്തു. അപ്പൊ ബാക്കിയുള്ളത് ഈ ഒരു ഫംഗ്ഷന്റെ കൂടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ z-1 ദി ഹോൾ സ്ക്വയർ ഡിനോമിനേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരൊക്കെ ഉണ്ട്, e⁻z ബൈ z സ്ക്വയർ പ്ലസ് 4 ഉണ്ട്. അവരെന്ത് ചെയ്യണം, മുകളിലേക്ക് ന്യൂമറേറ്ററിൽ വെക്കണം. അതാ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം എഫ് ഓഫ് സെഡിന് പകരം എന്ത് വരും, e⁻z ബൈ z സ്ക്വയർ പ്ലസ് 4, ഡിനോമിനേറ്ററിൽ z-1 ദി ഹോൾ സ്ക്വയർ വെച്ചു, അതായത് സിംഗുലാരിറ്റി ഉള്ളതിന് ഡിനോമിനേറ്ററിൽ വെച്ചു, which is equal to 2πi divided by 1 factorial എന്ന് പറഞ്ഞാൽ 1 തന്നെ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 1. അപ്പൊ ഇവിടുത്തെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ആരാ, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എഫ് ഓഫ് സെഡ് ആരാ, ഇവിടെ നമുക്ക് എഫ് ഡാഷ് ഓഫ് 1ന്റെ വാല്യൂ അപ്ലൈ ചെയ്യണം, 2πiന്റെ കൂടെ എഫ് ഡാഷ് ഓഫ് 1 അപ്ലൈ ചെയ്യണം. അതിന് എഫ് ഓഫ് സെഡ് അറിയണം, എഫ് ഓഫ് സെഡിന്റെ ഡെറിവേറ്റീവ് കാണണം, എന്നിട്ട് അതിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കണം, അപ്പോഴാണ് എഫ് ഡാഷ് ഓഫ് 1 കിട്ടുന്നത്. അപ്പം എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് കണ്ടോ, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു e⁻z ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് 4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡ് അല്ലെ യു ബൈ വി ഫോമുലാണ്, കോഷ്യൻ റൂൾ ആണ് അല്ലെ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ denominator the whole square. Okay, denominator into z square plus 4 into derivative of numerator ന്റെ ഡെറിവേറ്റീവ് e⁻z ന്റെ ഡെറിവേറ്റീവ് e⁻z തന്നെ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു, അതായത് e⁻z ഇൻറ്റു e⁻z ആണ്, z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദി ഹോൾ സ്ക്വയർ z സ്ക്വയർ പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് കിട്ടി. വേറെ ഒന്നും ചെയ്യേണ്ട, ഇതിനെ ഡയറക്റ്റ് നമുക്ക് എഫ് ഡാഷ് ഓഫ് 1 ആ കണ്ടത് അല്ലെ, അപ്പൊ സെഡിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എഫ് ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു e⁻1 മൈനസ് e⁻1 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ, which is equal to 1 square plus 4, which is equal to 5 e⁻1 5e minus 2 into 1 into e⁻1 2e divided by 1 square plus 4 5 the whole square means 25. 5e minus 2e equal to 3e divided by 25. F dash of 1 is equal to 3e divided by 25. 2pi into 3e divided by 25 is the answer. Okay, clear ആണോ? ഓക്കെ അല്ലേ? പറയണോ ഒന്നൂടെ? ക്ലിയർ ആണോ?
എടോ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല, ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആണോ? എല്ലാം ഓക്കെയാണ്. അപ്പൊ നാളെ കോഷീസ് ഇന്റഗ്രൽ തിയറം പഠിക്കണം, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പഠിക്കണം. ഇപ്പൊ പഠിപ്പിച്ച കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ്, താഴെ സിംഗുലാരിറ്റിന്റെ ഡബിളോ സ്ക്വയറോ ക്യൂബിക് ഫോമുല ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഏത് ഫോമുല യൂസ് ചെയ്യുന്നുള്ളതൊക്കെ പറയാട്ടോ. പഠിച്ചിട്ട് വരണേ. ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻ്റ് ആണ്, ഒഴിവാക്കാൻ പറ്റാത്തൊരു സെഷനാണ് കേട്ടോ. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണ്? നമ്മൾ ഇതുവരെയാണ്. ഇനി അങ്ങോട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കുറച്ചും കൂടെ ഇതിന്റെ കുറച്ചും കൂടെ ഒരു ബ്രോഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ എന്താ പറയാ സിംഗുലാരിറ്റീസ് ഒക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സെഷൻ എന്തായാലും തറായിട്ട് പഠിക്കുക കേട്ടാ, തറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഒന്നുമില്ല, ജസ്റ്റ് എന്താ ചെയ്യുക, നമുക്ക് തന്ന ഫംഗ്ഷൻ നോക്കുക, ഫുൾ അനലിറ്റിക് ആണോ നോക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് സിംഗുലാർ പോയിന്റ് ഉണ്ടെങ്കിൽ ഇൻസൈഡ് ആണെങ്കിലാണ് പ്രശ്നമുള്ളൂ, ഔട്ട്സൈഡ് ആണെങ്കിൽ പ്രശ്നമില്ല. അല്ല, ഔട്ട്സൈഡ് ആണെങ്കിൽ ആ ഒരു സിംഗുലാരിറ്റി ഔട്ട്സൈഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോഷീസ് ഇന്റഗ്രൽ തിയറം യൂസ് ചെയ്യാം. ദെൻ ഇൻസൈഡ് ആവുമ്പോഴാണ് നമ്മൾ കോഷി ഇന്റഗ്രൽ ഫോർമുല, ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, ഒരു സിംഗുലാർ പോയിന്റ് മാത്രമേ ഉള്ളൂ, അത് ഇൻസൈഡ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്ത് ചെയ്താൽ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഡയറക്റ്റ് നമ്മൾ 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട് കൊടുത്താൽ മതി. ഇനി അത് തന്നെ സ്ക്വയർ ടേം, അതായത് അത് തന്നെ അതിന്റെ സ്ക്വയറോ അതിന്റെ ക്യൂബോ ആ ഒരു ഫോമിലേക്കാണെങ്കിൽ നമ്മൾ കോഷി ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം. ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് കേട്ടോ. നാളെ ഞാൻ നിങ്ങൾക്ക് ഇന്നിപ്പം 3-4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ, ഹോംവർക്ക് തന്നിട്ടുണ്ട്. നാളെ ഇതിന്റെ ഹോംവർക്ക് തരാട്ടോ. അറ്റൻഡൻസ് എടുക്കുന്നില്ല.